ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും മീനം രാശിയെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രമാണ്, അതായത് മീനക്കൂറുകാരൻ. അതുകൊണ്ട് തന്നെ വ്യാഴക്ഷേത്രത്തിൽ ജനിച്ചവരാണ്. ഒപ്പം ശുക്രൻ്റെ ഉച്ചക്ഷേത്രത്തിലും ജനിച്ചവരാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽപ്പെട്ടവർ. ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉച്ചനീചത്വങ്ങൾ ഇല്ലാത്തവരാണ്. വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ സഹജീവി സ്നേഹത്തോടു കൂടി എല്ലാവിധ ആൾക്കാരോടും പെരുമാറാൻ കഴിയുന്ന അപൂർവ നക്ഷത്രത്തിൻ്റെ ഉടമകളാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. അസാമാന്യമായ പ്രതിഭകളുള്ളവരാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച ഏവർക്കും കലാപരമായ അഭിരുചി ഉണ്ടായിരിക്കും. ഒരുപക്ഷെ അവർ കലാകാരന്മാരായില്ലെങ്കിൽ പോലും കലാസ്വാദകരെങ്കിലും ആയിരിക്കും. അതിവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഉയർന്ന വൈജ്ഞാനിക സമ്പത്ത് ആർജിച്ചെടുക്കാൻ പരമാവധി ശ്രമിക്കുന്നവരാണ്. സാമൂഹ്യ പ്രസക്തമായ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നന്നായി സംസാരിക്കുവാനും അവയെക്കുറിച്ച് മനസ്സിലാക്കുവാനും ശ്രമിക്കുന്നവരുമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽപ്പെട്ടവർ. കലാ സാംസ്കാരിക രംഗത്തും ഔദ്യോഗിക രംഗത്തുമൊക്കെ ഉയർന്ന നിലവാരം പുലർത്താൻ കഴിയുന്നവരും അതിപ്രശസ്തരുമായി തീരാൻ കഴിയുന്നവരാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽപ്പെട്ടവർ. ഇവരുടെ മീനരാശി ആയതുകൊണ്ട് തന്നെ ശുക്രൻ്റെ ഉച്ചരാശി ആയതുകൊണ്ട് ശുക്രൻ കലയുടെ കാരകനാണ്. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങളുടെ കാരകനും ശുക്രനാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഭൗതികമായ സുഖങ്ങൾ തേടി പോകുന്നവരായിരിക്കും. ഭൗതികമായ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരുമായിരിക്കും. അതേ സമയത്ത് തന്നെ വ്യാഴക്ഷേത്രത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ധാർമ്മിക മൂല്യങ്ങൾക്ക് പരമാവധി വില കൽപ്പിക്കുന്നവരുമായിരിക്കും.